വാർത്തകളിലേക്ക് എത്തിക്കുമ്പോൾ ആദ്യം തന്നെ പോകുന്നത് കായിക വാർത്തയിലേക്കാണ്. അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനലിൽ കാനഡയെതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചാണ് അർജന്റീന ഫൈനലിലെത്തിയത്. ജൂലിയൻ അൽവാരസും ലയണൽ മെസ്സിയുമാണ് അർജന്റീനയുടെ ഗോൾ സ്കോറർമാർ. എൽദോ പോൾ പുതുശ്ശേരി സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നു. എൽദോ, അർജന്റീന ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ആഹ്ലാദമുള്ള വാർത്ത പുറത്തു വരുന്നു. അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു, അല്ലെ? ഭവ്യ, ഉറപ്പായിട്ടും അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനലിൽ തുടർച്ചയായി എത്തുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ആരാധകരുള്ളതാണ് കേരളത്തിൽ ഉൾപ്പെടെ അർജന്റീനയ്ക്ക്. അർജന്റീന ലോകകപ്പ് ജയിച്ചപ്പോൾ നമ്മൾ ആഘോഷിച്ചതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ കോപ്പ അമേരിക്ക ജയത്തോടുകൂടി അന്ന് ആദ്യ ചുവട് വെച്ച അർജന്റീന ലോകകപ്പിലേക്ക് എത്തി. പിന്നീട് ലോകകപ്പിന് ശേഷവും അർജന്റീന മറ്റൊരു പ്രധാനപ്പെട്ട ഫൈനലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഫൈനലിലേക്ക് അർജന്റീന എത്തുമ്പോൾ അർജന്റീന ആരാധകർ ദീർഘനാളായി നേരിട്ടിരുന്ന കിരീട വരൾച്ച അതിൻ്റെ ഒരു ക്ഷാമത്തിന് കണ്ടിന്യൂസ്ലി ഭംഗം വരുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അർജന്റീന ആസ്വദിക്കുക. എന്നാണെങ്കിലും അർജന്റീന കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനലിലെത്തി. പക്ഷേ അപ്പോഴും ഒരുപക്ഷെ അർജന്റീന ആരാധകർക്ക് ചെറിയൊരു നിരാശ പകരുക സ്കോർ കാർഡായിരിക്കും. കാനഡയെ പോലുള്ള ഒരു ദുർബലരായിട്ടുള്ള സംഘത്തിനെതിരെ 2-0 ജയം മതിയാവുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷേ അപ്പോഴും ഗോൾ സ്കോർ ചെയ്ത ജൂലിയൻ അൽവാരസും ലയണൽ മെസ്സിയും അർജന്റീനയ്ക്ക് ജയം ഉറപ്പാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 22ാമത്തെ മിനിറ്റിലായിരുന്നു ജൂലിയൻ അൽവാരസിന്റെ ഗോള്. തീർത്തും കനഡിയൻ പ്രതിരോധത്തെ മറികടന്ന് ജൂലിയൻ അൽവാരസ് തൊടുത്ത ഗോള്, അത് ഗോൾ കീപ്പറെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുരസിയാണ് ഏറ്റവും ഒടുവിൽ അത് വലയിലേക്ക് പോകുന്നത്. പിന്നീട് 51ാമത്തെ മിനിറ്റിലായിരുന്നു ലയണൽ മെസ്സിയുടെ ഗോൾ സ്കോറിംഗ്. ലയണൽ മെസ്സി ഈ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്യേണ്ട സാഹചര്യം അത് അനിവാര്യമായിരുന്നു അർജന്റീന ടീമിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന്. അതെന്താണെങ്കിലും കൃത്യമായ സമയത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ മത്സരത്തിൽ പെനാൽറ്റി പാഴാക്കിയതിന്റെ ഒരു ക്ഷീണം വലിയ തോതിൽ നിലനിൽക്കുകയാണ്. മെസ്സി വീണ്ടും ഗോൾ സ്കോർമാരുടെ പട്ടികയിലേക്ക് എത്തുന്നതും ഗോൾ വേട്ടക്കാരുടെ എണ്ണത്തിൽ വലിയ നേട്ടം സ്വന്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അറിയാൻ കഴിയുന്നത് പോലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന്റെ ഫൈനലിൽ അർജന്റീന എത്തിയിരിക്കുന്നു. ഇനി മറ്റൊരു കിരീടത്തിലേക്ക് അർജന്റീന എത്രമാത്രം അരികിലാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന അങ്ങനെ ഫൈനലിലെത്തി എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ ദിവസം പങ്കുവെക്കാൻ കഴിയുക. അർജന്റീന തൊട്ടു മുമ്പാണ് കാനഡയെ തോൽപ്പിച്ച് ഫൈനൽ പ്രവേശനം ഉറപ്പാക്കിയത്. ഉറുഗ്വേ, കൊളംബിയയാണ് ഈ കോപ്പ അമേരിക്കയിലെ 2ാം സെമി ഫൈനലിസ്റ്റുകൾ. ഉറുഗ്വേയും കൊളംബിയയും ഏറ്റുമുട്ടുമ്പോൾ അവരിൽ ആര് ജയിക്കുമോ അവരുമായി ഏറ്റുമുട്ടും അർജന്റീന ഫൈനൽ മത്സരത്തിൽ കലാശപ്പോരിൽ. ഭവ്യ, തീർച്ചയായും വളരെ സന്തോഷമുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എൽദോ പുതുശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അന്താരാഷ്ട്ര ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ ലയണൽ മെസ്സി 2ാമൻ. കാനഡയ്ക്കെതിരെ സ്കോർ ചെയ്തതോടെ മെസ്സിയുടെ ഗോൾ നേട്ടം 109ആയി. ഇറാന്റെ അലിദേയെയാണ് മെസ്സി മറികടന്നത്. 148 മത്സരങ്ങളിൽ നിന്ന് 108 ഗോളുകളായിരുന്നു അലിദേയുടെ സമ്പാദ്യം. 130 ഗോളുകളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഗോൾ നേട്ടത്തിൽ ഒന്നാമതുള്ളത്. ഫ്രാൻസിനെതിരെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച സ്പെയിൻ യൂറോ കപ്പിന്റെ ഫൈനലിൽ. കോലോമവാനിയുടെ ഗോളിൽ ഫ്രാൻസാണ് ആദ്യം മുന്നിലെത്തിയതെങ്കിലും ലാമിൻ യമാലും ഡാനി ഓൾമോയും ചേർന്ന് സ്പെയിനിന് വിജയമൊരുക്കി. 21ാം മിനിറ്റിൽ ഗോൾ നേടിയ യമാൽ യൂറോ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി മാറി. എൽദോ പോൾ പുതുശ്ശേരി തുടരുന്നുണ്ട്. എൽദോ, ഏറ്റവും പ്രധാനമായി യമാലിന്റെ ആ ഒരു വണ്ടർ ഗോൾ അല്ലെ, അത് തന്നെയല്ലേ സ്പെയിനിനെ വിജയത്തിലേക്ക് എത്തിച്ചത്, ഫൈനലിലോട്ട് എത്തിച്ചത്? ഈ മത്സരത്തിലെ ക്ലാസിക് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും ലാമിൻ യമാലിന്റെ ആ ഗോൾ തന്നെയായിരുന്നു. 16 വയസ്സാണ് യമാലിന്റെ പ്രായം. അതായത് ബാഴ്സലോണ ജേഴ്സിയിൽ കളിക്കുന്ന യമാലിനെ ആ ഒറ്റ ഗോളോടുകൂടി തന്നെ പലരും ലയണൽ മെസ്സിയുമായി താരതമ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 പേർ ചുറ്റും നിന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം വെട്ടിയൊഴിഞ്ഞ് നേരെ ഒരു മഴവില്ല് പോലെ പന്ത് ആ വലയിലേക്ക് തൊടുത്തുവിട്ടത്. ലാമിൻ യമാൽ ഭാവിയുള്ള യുവതാരമായി തന്നെ കണക്കാക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ബാഴ്സലോണ ജേഴ്സിയിൽ പണ്ട് ലയണൽ മെസ്സി കളിച്ച ഒരു സാഹചര്യത്തെയൊക്കെ ചേർത്ത് വെക്കുന്നു ഫുട്ബോൾ ആരാധകർ ലാമിൻ യമാലിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ. എന്താണെങ്കിലും യമാലിനെ പിടിച്ചു കെട്ടുമെന്ന് ഒരു തരത്തിലും അഴിച്ചുവിടാൻ അനുവദിക്കില്ല എന്നൊക്കെ വാദിച്ച റാബിയോയൊക്കെ നിഷ്പ്രഭനാക്കിക്കൊണ്ടായിരുന്നു യമാലിന്റെ ഇന്നത്തെ ഗോൾ സ്കോറിംഗ്. എന്താണെങ്കിലും 2-1 ജയമാണ് ഇന്ന് സ്പെയിൻ സ്വന്തമാക്കിയത്.
ഫ്രാൻസ് ലോക കപ്പിന്റെ ഫൈനലിലെത്തിയ അല്ലെങ്കിൽ ലോകകപ്പിലെ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ഫ്രാൻസിന് കോലോ മുവാനയുടെ ഗോളിൽ ആദ്യ ലീഡ് നേടാൻ കഴിഞ്ഞു. കേവലം 8ാമത്തെ മിനിറ്റിലായിരുന്നു മുവാനയുടെ ഗോൾ. പക്ഷേ പിന്നീട് ഉടൻ തന്നെയാണ് ലാമിൻ യമാൽ 21ാമത്തെ മിനിറ്റിൽ സ്പെയിനിന് സമനില സമ്മാനിക്കുന്നത്. പിന്നീട് 25ാമത്തെ മിനിറ്റിൽ ഡാനി ഒൾമോ ആ ലീഡ് 2ആക്കി ഉയർത്തുകയും ചെയ്തു. ഒടുവിൽ രണ്ടാം പകുതിയിൽ ഗോൾ രഹിതമായി തീർന്നു മത്സരം. ഒരു തരത്തിലും ഒരു മത്സരം വിട്ടുകൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയില്ല സ്പെയിൻ എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്താണെങ്കിലും ഇന്ന് രാത്രിയാണ് രണ്ടാമത്തെ സെമി ഫൈനൽ. നെതർലൻഡ്സും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. നെതർലൻഡ്സും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുമ്പോൾ അതിൽ ജയിക്കുന്ന ജേതാക്കളാരോ അവരാണ് 15ാം തീയതി നടക്കുന്ന ഫൈനലിൽ സ്പെയിനുമായി ഏറ്റുമുട്ടുക. എന്നാണെങ്കിലും സ്പാനിഷ് സംഘാംഗങ്ങൾ 2014 യൂറോ കപ്പ് ജയത്തിന് ശേഷമുള്ള മറ്റൊരു കിരീടത്തിലേക്ക് ആഗ്രഹിക്കുകയാണ്, കൊതിക്കുകയാണ് സ്പാനിഷ് ടീം. സ്പാനിഷ് യുവനിര ഏറ്റവും കരുത്തുറ്റ നിരയിൽ തുടരുന്നു. പ്രത്യേകിച്ചും ഈ ടൂർണമെന്റിൽ തോൽവി അറിയാതെ മുന്നേറിയ സംഘമാണ്. 6 മത്സരങ്ങളും തോൽക്കാതെയാണ് സ്പാനിഷ് ടീമിന്റെ മുന്നേറ്റം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഫ്രാൻസ് ആവട്ടെ ഇതുവരെയും ഓൺ ഗോളുകളുടെ ബലത്തിൽ മുന്നേറിയ ഫ്രാൻസ് ഇന്ന് കോലോ മുവാനയുടെ ഗോളിൽ ഒരു ഗോൾ സ്വന്തമാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഫ്രാൻസിനെ തീർത്ത് നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സ്പെയിനിന്റെ മുന്നേറ്റം വന്നിരിക്കുന്നത് യൂറോ കപ്പിന്റെ സെമിയിൽ ഫൈനലിലേക്ക്. ശരി, എന്തായാലും ഫ്രാൻസിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സ്പെയിൻ ഇപ്പോൾ യൂറോ കപ്പിന്റെ ഫൈനലിലെത്തിയത്. എൽദോപോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഉത്തർപ്രദേശിലെ ഉന്നാവിൽ വാഹനാപകടത്തിൽ 18 പേർ മരിച്ചു. ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. ഐഷത്തുൽ ഷംന നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, രാവിലെ തന്നെ വരുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. 18 മരണമാണ് ഉത്തർപ്രദേശിലെ ഉന്നാവിൽ വാഹനാപകടത്തിലുണ്ടായെന്ന് പറയുന്നു. നിരവധി പേർക്ക് പരിക്കുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്? ഭവ്യ, 3 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 18 പേരാണ് ഇന്ന് യു പിയിലെ ഉന്നോവയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. ഡബിൾ ഡെക്കർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് പാൽ ടാങ്കർ ലോറിയിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. എന്തായാലും കൂട്ടിയിടിച്ച ഉടൻ ബസ് മറിയുകയായിരുന്നു. ഇങ്ങനെയാണ് കൂടുതൽ അപകടം സംഭവിച്ചത്. എന്തായാലും കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. ഈ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേയിൽ നിന്നും ബീഹാറിലെ സീതാമഹലിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിന്റെ ബസ്സിന്റെ വേഗതയായിരുന്നു അതോ ടാങ്കറിന്റെ മറ്റെന്തെങ്കിലും വേഗതയോ മറ്റെന്തെങ്കിലും കാരണമാണോ അപകടത്തിന് പിന്നിൽ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 18 പേരാണ് മരണപ്പെട്ടത്. ഈ അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഉടൻ തന്നെ സ്ഥലത്തെത്താനും ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും മറ്റും നടത്താനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒപ്പം തന്നെ പരിക്കേറ്റവരെ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ, അപകടത്തിന്റെ കാരണങ്ങൾ, കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭവ്യ, ഷംന, ഒരു കാര്യം കൂടി, ഇപ്പോൾ 18 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് ഊഹിക്കാൻ സാധിക്കും വലിയ അപകടമാണ് ഉണ്ടായതെന്നത്. അതുമാത്രമല്ല, ഒരു ബസ്സാകുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. മരണസംഖ്യ ഇനിയും ഉയരാനുള്ളൊരു സാധ്യത അത് എത്രമാത്രം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ആശുപത്രിയിലുള്ളവരുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഷംന, കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം 18 പേരുടെ ജീവനെടുത്ത അപകടം എന്ന് പറയുമ്പോൾ അത് വലിയ അപകടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ബസ്സാണ്, അപ്പോൾ ഒരുപാട് യാത്രക്കാർ അതിലുണ്ടാകും. ഈ ആശുപത്രിയിലുള്ള ആളുകളുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യത എത്രമാത്രമുണ്ട്? ഭവ്യ, നിലവിൽ 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എന്നാൽ ഇതിൽ തീവ്ര ഗുരുതരമായി പരിക്കേറ്റവരാരും തന്നെ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ ഇല്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 30 പേർക്കാണ് പരിക്കെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ശരി, നാഷണൽ ഡെസ്കിൽ നിന്ന് ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 18 പേർക്കാണ് UP ഉന്നാവിലെ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 30ഓളം പേർക്ക് പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ, ഈ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കുമ്പോൾ 2 ദിവസത്തെ ഓസ്ട്രിയൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയന്നയിൽ. പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെലനുമായും ചാൻസലർ കാൾ നെഹാമറുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. കൃഷ്ണേന്ദു നായർ
ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. കൃഷ്ണേന്ദു, നമുക്കറിയാം ഇന്നലെ ഈ റഷ്യ ഇന്ത്യ ഉച്ചകോടിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് സന്ദർശിക്കുന്നത്. ഈ സന്ദർശനത്തിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കുന്നത് എന്നാണ്. അതുമാത്രമല്ല, ഇന്നലെയാണെങ്കിൽ റഷ്യയിൽ ഏറ്റവും പ്രധാനമായ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഇന്ത്യ റഷ്യയിലെ സൈന്യത്തിനെ ഇന്ത്യയിലെ സൈന്യത്തിന് തിരിച്ചയക്കുമെന്ന് തുടങ്ങിയ നിർണായകമായ ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്. അവിടെ ഇന്ന് നിർണായകമായ കൂടിക്കാഴ്ചകൾ, നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഭവ്യ, 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് ശേഷമാണ് ഇന്നലെ രാത്രി പ്രധാനമന്ത്രി ഓസ്ട്രിയ തലസ്ഥാനമായ വിയന്നയിലെത്തുന്നത്. അവിടെ അദ്ദേഹത്തെ ഓസ്ട്രിയയുടെ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാൻലെൻബർഗ് സ്വീകരിക്കുകയായിരുന്നു. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് 41 വർഷത്തിനിടെയാണ് ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. ഇതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി ഓസ്ട്രിയ സന്ദർശിച്ചത്. അതും 1983 ആ സന്ദർശനം. ഇന്ന് ഓസ്ട്രിയ പ്രസിഡന്റ് അലക്സാണ്ടർ വാണ്ടർ ബെരനും അതുപോലെ ഓസ്ട്രിയ ചാൻസലർ കാൾ നേമറുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ ഇന്ത്യ ഓസ്ട്രിയ ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഇപ്പോൾ ഉയർന്നു വരുന്ന ജിയോ പൊളിറ്റിക്കൽ വെല്ലുവിളികളെ നേരിടാനുമുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടക്കും. ഒപ്പം സാങ്കേതിക വിദ്യ വികസനം, പുതിയ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുമെന്നാണ് സൂചന. അതുപോലെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യ ഓസ്ട്രിയ സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് എന്നൊരു പദ്ധതി ആരംഭിച്ചിരുന്നു. അത് ഇതിനോടകം തന്നെ ശരിക്കും സക്സസ്ഫുൾ ആയിരുന്നു. ഇത് ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിലുള്ള മൈഗ്രേഷൻ, മൊബിലിറ്റി സംബന്ധിച്ച കരാറുകൾ ഒപ്പുവെക്കുന്നതിലും നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂഡൽഹിയും വിയന്നയും തമ്മിലുള്ള ബന്ധം, നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് മോദിയുടെ ഈ സന്ദർശനം. അതൊരു ഹൈലൈറ്റ് ആണ് ഭവ്യ. തീർച്ചയായും. എന്തായാലും ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി, തന്ത്രപ്രധാനമായ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് ഇന്ത്യ പ്രധാനമന്ത്രി ഇപ്പോൾ ഓസ്ട്രേലിയ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. കൃഷ്ണേന്ദു നായരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റ് കേരള വാർത്തകളിലേക്ക് എത്തുമ്പോൾ PSC നിയമന കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി വേണമെന്ന് CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിലായിരുന്നു അംഗങ്ങൾ ആവശ്യം ഉന്നയിച്ചത്. വിഷയത്തിൽ പാർട്ടിക്ക് കുറച്ചുകൂടി വ്യക്തത വരാനുണ്ടെന്നായിരുന്നു സെക്രട്ടറിയുടെ മറുപടി. വിഷയം വിശദമായി ചർച്ച ചെയ്യാനായി മാറ്റി. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇന്നലെ വരെ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല, അറിയില്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഒപ്പം ജില്ലാ സെക്രട്ടറി അടക്കം നൽകിയത്. പക്ഷേ ഇപ്പോഴിതാ ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ, അതായത് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി വേണമെന്ന് CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ത് മനസ്സിലാക്കണം? തീർച്ചയായും പുറത്ത് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും മാറ്റമില്ലാതെ തന്നെയാണ് പുറത്ത് പറയുന്നത്. കാരണം ഇതിനെക്കുറിച്ച് അറിയില്ല, ഇത്തരം ഒരു പരാതി കിട്ടിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് പരസ്യമായി ഉറച്ചു നിൽക്കുന്നത്. പാർട്ടിക്കുള്ളിലൊരു ആഭ്യന്തര ചർച്ചാ വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു പരിഹാരം കാണുന്നതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇന്നലെ ഈ സംഘടനാ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നു. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാജയം ചർച്ച ചെയ്യുന്ന മേഖലാ റിപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കീഴ്ഘടകമായി ഏരിയ തല റിപ്പോർട്ടിംഗ് ആയിരുന്നു ഇന്നലെ നടന്നത്. ഈ റിപ്പോർട്ടിങ്ങിൽ ഈ ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ വിഷയം കൂടി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉയർന്നു വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത ആ പാർട്ടിക്ക് വരാനുണ്ട് എന്ന നിലപാടാണ് ജില്ലാ സെക്രട്ടറി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് സംഘടനാ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകൾ മാത്രമേ നടക്കൂ എന്നും അറിയിച്ചു. വിശദമായി പിന്നീട് ഒരു ദിവസം ഈ വിഷയം ചർച്ച ചെയ്യാനായി ഏരിയ കമ്മിറ്റി കൂടുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വിശാലമായ ചർച്ചകൾ നടന്നിട്ടില്ല. ഉള്ളിൽ ആഭ്യന്തര ചർച്ച എന്ന രീതിയിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നത് പോലെ ഒരു ഒത്തുതീർപ്പ് ഇതിനകം ഉരുത്തിരിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതിക്കാരിക്ക് മറ്റൊരിടത്തും പരാതി രേഖപ്പെടുത്തില്ല, അഥവാ പരാതി രേഖപ്പെടുത്തിയാൽ പോലും അവർ പ്രതിക്കൂട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. എന്തായാലും പക്ഷേ ഇതുകൊണ്ടൊന്നും പാർട്ടി നടപടികൾ ഇല്ലാതാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും തെറ്റുതിരുത്തലുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് CPMന്റെ നിലവിലെ തീരുമാനം. സംസ്ഥാന ഘടകവും ഇത്തരത്തിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ ശക്തമായ നടപടികൾ എടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നെന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി CPM സംസ്ഥാന സെക്രട്ടറി കോഴിക്കോട് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയും ഉണ്ടാവും. എന്തായാലും ഇതിനൊക്കെ മുമ്പ് തന്നെ ഈ കോഴിക്കോട് സന്ദർശനത്തിൽ തന്നെ പാർട്ടി ജില്ലാ നേതൃത്വവുമായി ഇക്കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ. നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്, പൂർണ്ണമായി ഈ വിഷയത്തെ തള്ളിക്കളയാത്ത മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പല
ന്യായങ്ങളും പറയുന്നുണ്ട്. അതേ സമയത്ത് ഇപ്പോൾ പാർട്ടിക്ക് കുറച്ചുകൂടി വ്യക്തത ഈ വിഷയത്തിൽ വരാനുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി പറയുന്ന സാഹചര്യം. അപ്പോൾ കുറച്ചെങ്കിലും വ്യക്തത വന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് അങ്ങനെ പുറത്തേക്ക് അവർ പറയുന്നില്ല. പാർട്ടിക്കുള്ളിൽ നടന്ന ആഭ്യന്തര ചർച്ചയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, കുറച്ചുകൂടി വ്യക്തത വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം CPM ആണ്. CPM ഒരു നടപടി എടുത്താൽ ചിലപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം ഈ പാർട്ടിയുടെ ഈ സമ്മേളനങ്ങൾ വരാൻ പോകുന്നു. സെപ്റ്റംബർ മുതൽ സമ്മേളനങ്ങളിലേക്ക് കിടക്കുന്നു. ഒരുപക്ഷെ ഈ പ്രമോദ് കോട്ടൂളിയെ പ്രത്യേക സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥാനത്തേക്ക് പോലും വീണ്ടും ഒരു പ്രവേശനം ലഭിക്കുകയൊന്നും ചെയ്യാത്ത അങ്ങനെ ചെറുകരിഞ്ഞ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നീക്കുന്ന നയമടക്കമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാവും അല്ലെങ്കിൽ എപ്പോൾ നടപടി ഉണ്ടാവും എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം ഇപ്പോഴും പറയുന്നില്ല. പുറത്ത് ഈ പരസ്യമായി നമ്മൾ പരിശോധിച്ചാൽ പാർട്ടി പ്രമോദ് കോട്ടൂളിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും എന്തെങ്കിലും നടപടി ഉണ്ട് എന്ന കാര്യം ഇപ്പോഴും സമ്മതിക്കുന്നില്ല. മുഖ്യമന്ത്രി ഇന്നലെ സഭയിലും അത് തന്നെയാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ലഭിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നൽകിയ ഒരു പരാതി കമ്മീഷണർക്ക് ഇന്നലെ രാവിലെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരാതിയുമായി ബന്ധപ്പെട്ടും അവ്യക്തതകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇതിൽ എന്താണ് പരാതി എന്ന് വ്യക്തമായി പറയുന്നില്ല. ആരാണ് ഈ പരാതിക്ക് അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരയായത്, ഏത് തരത്തിലുള്ള തട്ടിപ്പാണ് നടന്നത് എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ ചിത്രം ഈ പരാതി നൽകുന്നില്ല. അതുകൊണ്ട് ശൂന്യതയിൽ നിന്നൊരു അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഒരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ആ പരാതി പരിശോധിക്കാൻ സമയം ലഭിച്ചില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. ഇന്ന് എന്തായാലും അക്കാര്യത്തിലൊരു തീരുമാനം പോലീസിന് എടുക്കേണ്ടിയും വരും. അതുകൊണ്ട് ഈ അന്വേഷണവും പാർട്ടി നടപടിയും ഒക്കെ ഒരു രണ്ട് വശത്തായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭവ്യ, ശരി, വ്യക്തമാണ്. MS ഹരീഷ് കുമാറാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. പാർട്ടിയുടെ 4 മന്ത്രിമാരും സംഘടനാ ചുമതലകൾ ഒഴിയണമെന്ന് CPI കൌൺസിലിൽ ആവശ്യമുന്നയിച്ച് എതിർചേരി. മന്ത്രിമാരായ K രാജൻ, GR അനിൽ, P പ്രസാദ്, ചിഞ്ചുറാണി എന്നിവർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിയണമെന്നാണ് സംസ്ഥാന കൌൺസിലിൽ ആവശ്യമുയർന്നത്. സംഘടനാ ചുമതല വഹിച്ചാൽ മന്ത്രിമാർക്ക് ഭരണത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന് ആണ് കാരണം പറയുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഈ 4 മന്ത്രിമാരും നിലവിലുള്ള CPIയുടെ 4 മന്ത്രിമാരും പാർട്ടിയുടെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം? ഇതിൽ വ്യക്തമായി എടുത്തു പറയേണ്ട കാര്യം CPIക്കുള്ളിൽ ഒരു അഭിപ്രായ വ്യത്യാസം അതായത് ഒരു വിഭാഗീയതയ്ക്ക് തുടക്കമായിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഇന്നലെ തുടങ്ങിയ CPIയുടെ സ്റ്റേറ്റ് കൌൺസിൽ യോഗത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് മന്ത്രിമാരായ K രാജൻ, P പ്രസാദ്, അതോടൊപ്പം K ചിഞ്ചുറാണി, GR അനിൽ തുടങ്ങിയവർ ഒഴിയണമെന്നാണ് നിർദ്ദേശം. അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം ഇവർ മന്ത്രിസ്ഥാനത്ത് ഇരിക്കെ തന്നെ എക്സിക്യൂട്ടീവിൽ തുടർന്നാൽ അവർക്ക് ഭരണത്തിൽ കൃത്യമായി ഇടപെടാൻ കഴിയില്ല. സംഘടനാ ചുമതലയും ഈ ഭരണ ചുമതലയും ഒരുമിച്ച് വഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായ തടസ്സങ്ങൾ അവരെ ഇരുതരത്തിലും അത് ബാധിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി അവർ മന്ത്രിസ്ഥാനത്ത് തുടരുകയും എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിയുകയും ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഉയർന്നത്. സമാനമായ സാഹചര്യം കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ സുനിൽകുമാർ അദ്ദേഹം കൃഷിമന്ത്രിയായിരുന്ന സമയത്തും അദ്ദേഹത്തെ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് കാനം രാജേന്ദ്രൻ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റിയിരുന്നു. അന്ന് കാനം രാജേന്ദ്രന്റെ എതിർചേരിയിൽ നിന്നവർ തന്നെയാണ് ഇപ്പോൾ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുന്നതെന്ന് തന്നെയാണ് വിചിത്രമായ രാഷ്ട്രീയ സാഹചര്യം. ഏതായാലും CPIക്കുള്ളിലും വിഭിന്നമായ 2 അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് പാർട്ടിക്കുള്ളിൽ രൂപപ്പെടുന്ന പുതിയ ചേരിയുടെ ഒരു ശക്തി പ്രാപിക്കലായാണ് വിലയിരുത്തപ്പെടുന്നത്. ഭവ്യ, ശരി, അതാണ് നിലവിലെ സാഹചര്യം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ കോളറ സ്ഥിരീകരിച്ച ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസികളായ 4 പേരുടെ പരിശോധനാ ഫലം ഇന്നറിയാം. ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ കേന്ദ്രം തുടങ്ങി കഴിഞ്ഞ ദിവസമാണ് 10 വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചത്. കോളറ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, ഈ കോളറ എന്ന് പറഞ്ഞ അസുഖം നമുക്ക് വലിയ പരിചയമുള്ള അസുഖമല്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു രോഗം വീണ്ടും സ്ഥിരീകരിക്കുന്നത്. ആരോഗ്യവകുപ്പ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 4 പേരുടെ പരിശോധനാ ഫലം ഉടൻ അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴത്തേക്ക് ഈ പരിശോധനാ ഫലം വരും? ഭവ്യ, ഇന്ന് തന്നെ പരിശോധനാ ഫലം അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. ഏതായാലും ആരോഗ്യ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത നെയ്യാറ്റിൻകരയിലെ പ്രദേശങ്ങളിൽ അടക്കം ഐസൊലേഷൻ വാർഡുകൾ, പ്രത്യേകിച്ച് ഐരാണിമുട്ടത്ത് അടക്കം ഐസൊലേഷൻ
വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കോളറ എന്ന് സംശയിക്കുന്ന ആളുകളെ കൃത്യമായി ഐസൊലേറ്റ് ചെയ്ത് പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം കുടിവെള്ള സ്രോതസ്സുകൾ ജില്ലയിൽ മുഴുവൻ വൃത്തിയായി ശുചിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സഹായത്തോടെ ആരോഗ്യ വകുപ്പ് ഈ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ഈ കോളറ പടർന്നു പിടിക്കുന്നു എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് കൂടുതലായി. കാരണം അത്തരം സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊതുജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന കുടിവെള്ള ജലസ്രോതസ്സുകൾ അത് മാലിന്യരഹിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 4 പേരുടെ ഫലം പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരുന്നതോടെ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും എല്ലാ മുൻകരുതലുകളും ഇതിനോടകം തന്നെ സ്വീകരിച്ചതായാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ക്ഷേമ പെൻഷന്റെയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെയും കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യാൻ സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചേക്കും. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവന നടത്തും. ചട്ടം 300 അനുസരിച്ചാകും പ്രസ്താവന. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെ അക്രമങ്ങൾ വർദ്ധിച്ചുവരുന്നുവെന്ന് ആരോപിച്ച് സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം പ്രതിപക്ഷം കൊണ്ടുവരും. ഉപധനാഭ്യർത്ഥനകളും ധനകാര്യ ബില്ലും സഭ പരിഗണിക്കും. മറ്റു വാർത്തകളിലേക്ക് എത്താം. വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ തിരിച്ചയക്കാൻ ധാരണ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണല്ലോ, വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണല്ലോ അത്. മഞ്ജുഷ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം 2ാം ദിനം തുടരുകയാണ്. അത്താഴ വിരുന്നിലാണ് ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയിൽ സൈന്യത്തിൻ്റെ ഭാഗമാകാൻ നിർബന്ധിതരായ ഇന്ത്യക്കാരെ മടക്കി അയക്കുമെന്നുള്ളതാണ്. കാരണം നിരവധി ഇന്ത്യക്കാരാണ്, മലയാളികളടക്കമുള്ളവരാണ് ഇത്തരത്തിൽ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ തട്ടിപ്പിനിരയായി സെക്യൂരിറ്റി ജോലിക്കെന്ന രീതിയിൽ അവർ റഷ്യയിലെത്തിക്കുകയും അതിനുശേഷം സൈന്യത്തിൻ്റെ ഭാഗമായി യുക്രൈൻ യുദ്ധമുഖത്ത് പോരാടേണ്ടി വരികയും ചെയ്തത്. ഏതായാലും അവരെ മടക്കി കൊണ്ടുവരും എന്നൊരു ഉറപ്പ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. തിരികെ വാർത്തയിലേക്ക്. കൂടോത്ര വിവാദത്തിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി മ്യൂസിയം പോലീസ്. കേരള കോൺഗ്രസ് നേതാവ് എച്ച് ഹാഫിസിനെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തിയത്. പരാതിക്ക് കാരണമായ KPCC അധ്യക്ഷന്റെ വസതിയിലെ കൂടോത്രത്തിന്റെ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി. വിശദമായ മൊഴിയെടുക്കുന്നതിനായി അടുത്ത ദിവസം വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും വിശദമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ FIR രജിസ്റ്റർ ചെയ്യൂ എന്നാണ് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചത്. വിവിധ തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങൾ ഉയർത്തി INTUC സമരത്തിന് ഓണക്കാലം എടുത്തിട്ടും തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചന നടത്താൻ തയ്യാറായിട്ടില്ലെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ആരോപിച്ചു. ആഗസ്റ്റ് 5-ന് 14 ജില്ലകളിലും കലക്ടറേറ്റുകൾക്ക് മുന്നിൽ ധർണ നടത്തും. ആഗസ്റ്റ് 21-ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ആഗസ്റ്റ് 27-ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെയും മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെയും കീഴിലുള്ള തൊഴിലാളികളുടെ ധർണയും സംഘടിപ്പിക്കും. മിൽമയിലെ ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നും തൊഴിലാളികൾക്കെതിരായ പ്രതികാര നടപടികൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ജൂലൈ 24-ന് ദക്ഷിണ മേഖല മിൽമയിൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും R ചന്ദ്രശേഖരൻ അറിയിച്ചു. കിറ്റ്കോയെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പൊതുമേഖലാ സ്ഥാപനമായി നിലനിർത്തണമെന്ന് അസോസിയേഷൻ ഓഫ് കിറ്റ്കോ എംപ്ലോയീസ് ആവശ്യപ്പെട്ടു. തുടർച്ചയായി 3 മാസത്തിലധികം ജീവനക്കാരുടെ ശമ്പളം വൈകിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും 5 വർഷം മുതൽ 20 വർഷത്തിലധികം കിറ്റ്കോയിൽ ജോലി ചെയ്തു വരുന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും ജീവനക്കാരുടെ പ്രതിഷേധ ധർണ ആവശ്യപ്പെട്ടു. CITUC സംസ്ഥാന സെക്രട്ടറി N ഗോപിനാഥ് ധർണ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 വാർത്ത ഫലം കണ്ടു. 4 ദിവസമായി വെള്ളമില്ലാതെ വലഞ്ഞ പുല്ലുകാട് മൺവിള നിവാസികളുടെ ദുരിതം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് പുലർച്ചെയോടെ വെള്ളമെത്തി. റോഡ് ഉപരോധിച്ച് നാട്ടുകാർ നടത്തിയ പ്രതിഷേധം വാർത്തയായതോടെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ ടാങ്കറിൽ വെള്ളമെത്തിയിരുന്നു. പൈപ്പുകളിൽ രാവിലെ തന്നെ വെള്ളമെത്തിക്കുമെന്ന് MLA അടക്കം ന്യൂസ് 18 ഇന്നലെ ഉറപ്പു നൽകിയിരുന്നു. ന്യൂസ് 18 ഇംപാക്ട്.
സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണം. രാത്രി 12-ന് മുൻപ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാൻ സാധ്യത. മൈദോണിൽ നിന്നും ലഭിക്കേണ്ട വൈദ്യുതിയിൽ 180 മെഗാവാട്ടിന്റെ കുറവുണ്ടായതിനാലും വൈദ്യുതി വിപണിയിൽ ലഭ്യത കുറവുള്ളതിനാലുമാണ് വൈദ്യുതി നിയന്ത്രണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. എറണാകുളം കുണ്ടന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. തേവര SH സ്കൂളിലെ ബസ്സിനാണ് തീപിടിച്ചത്. കുട്ടികൾ സുരക്ഷിതരാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഏറെ ആശങ്കപ്പെടേണ്ട ഒരു വാർത്തയായിരുന്നു. പക്ഷേ കുട്ടികൾ പൂർണ്ണ സുരക്ഷിതരാണ് എന്നറിയുന്നത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഇതിനു മുൻപും സമാന സംഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സ്കൂൾ ബസ്സിന് തീപിടിച്ചൊരു വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇതെപ്പോഴായിരുന്നു സംഭവം? കുട്ടികളെല്ലാവരും പൂർണ്ണ സുരക്ഷിതരാണല്ലോ അല്ലേ? തേവര കുണ്ടന്നൂർ ഭാഗത്തിന് പാലത്തിന് സമീപമായി ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ഒരു സ്കൂൾ ബസ്സാണ്. SH കോളേജിലെ തേവര SH സ്കൂളിലെ സ്കൂൾ ബസ്സിനാണ് തീപിടിച്ചത്. പക്ഷെ കുട്ടികളൊക്കെ സുരക്ഷിതരാണ്. കൃത്യമായി ഡ്രൈവറിന്റെ ഇടപെടൽ തന്നെയാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും ഈ കുട്ടികളെ ആകെ രക്ഷിച്ചത്. ഈ കുട്ടികളെ കയറ്റുന്നതിനു വേണ്ടി സ്കൂൾ ബസ് ഒരിടത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന സമയത്താണ് ബസിന്റെ ഫ്രണ്ട് സൈഡിൽ നിന്നും തീ പടർന്നതായി ഡ്രൈവർ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ കുട്ടികളെ പുറത്തേക്കിറങ്ങി. നമുക്കറിയാം, ഈ കുണ്ടന്നൂർ പാലത്തിന്റെ അവിടെ പണി നടക്കുന്ന അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടതിനാൽ അവിടെ കുണ്ടും കുഴികളും രൂപപ്പെട്ടതിനാൽ വലിയ രീതിയിലുള്ളൊരു ഗതാഗത തടസ്സം പാലത്തിലുണ്ടായിരുന്നു. അപ്പോൾ സമീപത്തൊക്കെ ഈ ബസ്സിനോട് ചേർന്നൊക്കെ മറ്റു വണ്ടികളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയൊരു അപകടമാണ് ഈ ഡ്രൈവറുടെ കൃത്യമായ ഇടപെടൽ മൂലം ഒഴിവായത്. പെട്ടെന്ന് തന്നെ ബസ്സിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം പുറത്തേക്കിറങ്ങി, ഡ്രൈവറും പുറത്തിറങ്ങി. ഈ സമയം കൊണ്ട് തന്നെ ബസ് പൂർണ്ണമായും കത്തി നശിച്ച ഒരു രീതിയിലാണ് കാണപ്പെട്ടത്. പെട്ടെന്ന് നാട്ടുകാരും ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിച്ച് നാട്ടുകാരുടെ ഒരു പെട്ടെന്നുള്ള ഇടപെടൽ തന്നെയാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്. പിന്നീട് വേഗം തന്നെ ഈ ബസിന്റെ തീ അണയ്ക്കുകയും ചെയ്തു. എന്തായാലും തേവര പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. എന്ത് കാരണത്താലാണ് ഈ പെട്ടെന്ന് ഈ വാഹനം തീപിടിക്കാൻ കാരണമെന്ന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഷോർട്ട് സർക്യൂട്ട് ആണോ ഇങ്ങനെ തീപിടിക്കാൻ കാരണം എന്നുള്ളൊരു നിഗമനമാണ്. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വാഹനം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. പക്ഷേ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. നമുക്കറിയാം, സ്കൂളിൽ പോകുന്ന സമയമാണ്. സ്കൂൾ കുട്ടികളെയൊക്കെ ആയിട്ടാണ് ഈ ബസ്സും സ്കൂളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പാലത്തിലെത്തിയത്. ആ സമയത്താണ് ഇത്ര വലിയൊരു അപകടമുണ്ടായത്. ഡ്രൈവറും കുട്ടികളും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് തീർത്തും ആശ്വാസകരം കൂടിയാണ്. കാരണം വലിയൊരു ദുരന്തം ആയിരുന്നു സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ദുരന്തമാണ് ഇല്ലാതായത്. അത് തീർത്തും ആ ഡ്രൈവറുടെ ഇടപെടൽ തന്നെയാണ്. അത് തീർത്തും അഭിനന്ദനാർഹമാണല്ലേ? കാരണം കൃത്യമായ ഇടപെടലാണ് ആ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കാൻ സഹായിച്ചത്, അല്ലേ നവമി? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഭവ്യ. ഈ ഡ്രൈവർ പെട്ടെന്ന് തന്നെ കാണുന്നുണ്ട്. താൻ ഡ്രൈവറിന്റെ മുൻവശത്തെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിൽ തീ വരുന്നതായി അദ്ദേഹത്തിന് തോന്നിയത്. പെട്ടെന്ന് തന്നെ കുട്ടികളെ പുറത്തിറക്കി. അതുകൊണ്ട് പിന്നീട് ഈ തീ നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ ബസ് നിമിഷങ്ങൾക്കൊടുവിൽ തന്നെ ആളിക്കത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. കുട്ടികളെയും ഒക്കെ അവിടേക്ക് സുരക്ഷിതമായി മാറ്റി നിർത്തി. പിന്നീട് നാട്ടുകാരാണ് ആദ്യം തീ അണച്ചത്. പിന്നീടാണ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നത്. വലിയൊരു ദുരന്തം ഈ ഡ്രൈവറുടെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് അവിടെ ഒഴിവായിരിക്കുന്നത്. ഇനി കണ്ടെത്തേണ്ടത് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ തീപിടിക്കാനുള്ള കാരണമെന്നാണ്. നമുക്കറിയാം, സ്കൂൾ തുറന്നതേ ഉള്ളൂ. ഈ ഫിറ്റ്നസ് ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് സ്കൂൾ ബസ്സുകൾ നിരത്തിലിറക്കിയിരിക്കുന്നത്. MPDയുടെ തന്നെ കർശന പരിശോധനയും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാഹനത്തിൽ നിന്നും തീ പിടിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരും MPD ഉദ്യോഗസ്ഥരും ഒക്കെ അല്പസമയത്തിനുള്ളിൽ സ്ഥലത്തെത്തും. ആദ്യത്തെ ആശ്വാസം എന്നോണം കുട്ടികൾ സുരക്ഷിതരാണ്, ഡ്രൈവറും സുരക്ഷിതരാണ്. ആർക്കും അപകടം സംഭവിച്ചില്ല. ഡ്രൈവറുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും അതോടൊപ്പം നാട്ടുകാരുടെ ഒരു ഇടപെടലും തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. തീർച്ചയായും അത് തന്നെയാണ് ഡ്രൈവറുടെ ആ ഒരു ഇടപെടൽ. അത് തീർത്തും അഭിനന്ദനാർഹമാണ്. കാരണം വലിയൊരു ദുരന്തം അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് ഇല്ലാതാക്കിയെന്ന് പറയാം. എന്തായാലും നാമി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് കൃത്യമായ പരിശോധന, ഫിറ്റ്നസ് പരിശോധനകൾ അടക്കം നടന്നിരുന്നു MPDയുടെ ഭാഗത്തുനിന്ന് സ്കൂൾ ബസ്സുകളിൽ, സ്കൂൾ വാഹനങ്ങളിലെല്ലാം. പക്ഷേ ഇപ്പോൾ ഇതിനു മുൻപും ഇത്തരത്തിലൊരു സമാന 2 ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലൊരു സമാന സംഭവം ഉണ്ടായിരുന്നു. ഒരു സ്കൂൾ ബസ്സിന് തീപിടിച്ച സംഭവം. അന്നും ആ ഡ്രൈവറുടെ ഇടപെടൽ മൂലം വലിയ ദുരന്തം ഒഴിവായി. ഇപ്പോഴും സമാന സാഹചര്യം
സാഹചര്യം എന്തായാലും എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായതെന്ന വിശദ വിവരങ്ങൾ പുറത്തുവരാൻ ഉള്ളതേയുള്ളൂ. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിൽ പോകുമ്പോൾ തൃശൂർ മുളങ്കുന്നത്തുകാവ് കോഴിക്കുന്നിൽ 2 വീലർ സ്പെയർ പാർട്സ് ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. പാലക്കാട് സ്വദേശി നിബിനാണ് മരിച്ചത്. ഗോഡൌണിൽ വെൽഡിംഗ് ജോലികൾ നടക്കുന്നതിനിടെ ഇന്നലെ രാത്രിയായിരുന്നു തീപിടുത്തം. 4 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. രാജു ഗുരുവായൂർ വിവരങ്ങളുമായി ചേരുന്നു. രാജു, ദാരുണമായൊരു സംഭവമാണ്. ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വിവരം കൂടിയുണ്ടല്ലോ. ഭവ്യ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് തൃശൂർ മുളങ്ങത്തുകാവിൽ ഉണ്ടായിരിക്കുന്നത്. തൃശൂരിലെ സ്പെയർ പാർട്സ് കടയുടെ ഗോഡൌൺ ആണ് ഇത്തരത്തിൽ തീപിടിച്ചത്. ഇത്തരത്തിൽ പാലക്കാട് ആലത്തൂർ സ്വദേശി കാവശ്ശേരി അമ്പലക്കാട് 22 വയസ്സുള്ള നിബിനാണ് മരിച്ചത്. സ്ഥാപനത്തിൽ ഇയാൾ വെൽഡിംഗ് ജോലിക്ക് എത്തിയതായിരുന്നു. തീപിടുത്തമുണ്ടായപ്പോൾ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന 4 പേർ ചേർന്ന് വെള്ളം എടുക്കാനായി ബാത്റൂമിൽ കയറിയതായിരുന്നു. തുടർന്ന് പടർന്നു പിടിച്ച തീക്കിടയിൽ ഇയാൾ കുടുങ്ങിപ്പോവുകയായിരുന്നു. മറ്റു 3 പേർ രക്ഷപ്പെടുകയായിരുന്നു. അതാണ് ഈ ദാരുണമായി നിബിൻ മരിക്കാനിടയായത്. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് തീപിടുത്തം ഉണ്ടായത്. 4 മണിക്കൂർ കൊണ്ടാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 160ഓളം പേരാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. വെൽഡിംഗ് തൊഴിലാളികൾ ഇന്നലെ വൈകിട്ട് തന്നെ ഇവിടെ ജോലി ചെയ്തിരുന്നു. അതിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം തീപിടുത്തത്തിന് കാരണമായത് എന്നാണ് അഗ്നിരക്ഷാ പ്രവർത്തകർ പറയുന്നത്. 10,000 ചതുരശ്ര അടി വരുന്നതാണ് ഈ ഗോഡൌൺ സ്ഥാപനം. തീപിടുത്തം തടയാനോ തീ അണയ്ക്കാനോ ഉള്ള സുരക്ഷാ സംവിധാനം ഒന്നും ഇല്ലായിരുന്നു എന്നും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 100 മീറ്ററോളം ഇടുങ്ങിയ വഴിയാണ് ഇവിടേക്കുള്ളതെന്നും അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അല്പം വൈകിയാണ് നടത്താൻ സാധിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ ഫയർഫോഴ്സ് ഒരു വാഹനം എത്താൻ തന്നെ ഇവിടേക്ക് സാധിച്ചില്ല. സ്ഥാപനം ഇപ്പോൾ ഇവിടെ 10 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. രാജു, ഇത് ഇന്നലെ രാത്രിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും അധികം ജീവനക്കാർ ഉണ്ടാകില്ല എന്ന് കരുതാമല്ലേ? മറ്റാർക്കെങ്കിലും പരിക്കുണ്ടോ? തീർച്ചയായും ഈ 4 പേർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. 160 പേർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പകൽ സമയം അല്ലാത്തത് കൊണ്ട് ഈ ദാരുണമായി ഈ അപകടത്തിൽ അവർ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ വെൽഡിംഗ് ജോലിക്കായി എത്തിയ ഇവരാണ് ഈ ദാരുണമായ സംഭവത്തിൽ ഇടപെട്ടത്. അതുകൊണ്ട് ആണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. മറ്റാർക്കും പരിക്കില്ല. ശരി, നന്ദി. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു സന്തോഷമുള്ള വാർത്തയിലേക്കാണ്. എറണാകുളം മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി. അമ്മയാന തന്നെയാണ് കുട്ടിയാനയെ രക്ഷപ്പെടുത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കുട്ടിയാനയെ അമ്മയാന വലിച്ചു കയറ്റുകയായിരുന്നു. അതേസമയം കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. കാട്ടാന ശല്യം അവസാനിപ്പിക്കുക. കാട്ടാന ശല്യം അവസാനിപ്പിക്കുക. ജീവിക്കാനുള്ള അവകാശം നൽകുക. പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധം. കുത്തിയിരിപ്പ് സമരം സിന്ദാബാദ്. ജീവിക്കാനാണ് സമരം. നാട്ടുകാരുടെ പ്രതിഷേധം. കാട്ടാന ശല്യം. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, ഈ വാർത്തയ്ക്ക് 2 തലമുണ്ട്. ഒന്ന്, ഈ കിണറ്റിൽ വീണ ആനക്കുട്ടിയെ അതിന്റെ അമ്മയാന തന്നെ വന്ന് രക്ഷപ്പെടുത്തുന്നു. അത് ഏറെ സന്തോഷമുള്ളൊരു കാഴ്ചയായിരുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ നാട്ടുകാരെ സംബന്ധിച്ചവർ വലിയ കാട്ടാന പേടിയിൽ കഴിയുന്ന ആളുകളാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു ഒരു കാട്ടാനയും അതിന്റെ കുട്ടിയും. അപ്പോൾ ആ പരിസരത്ത് ഇത്തരത്തിൽ ആനകളുടെ ശല്യമുണ്ട് എന്ന് വ്യക്തമാണ്. ആ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ഭീതിയിലാണ് കഴിയുന്നത്. കാര്യത്തിൽ തർക്കമില്ല. എന്തിനാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം നടന്നത്? വനംവകുപ്പ് എത്താത്തതിനെ തുടർന്നാണോ?
ഭവ്യ, ഇന്ന് പുലർച്ചെയാണ് മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ സാജുവിന്റെ വീട്ടിലെ കിണറ്റിൽ കുട്ടിയാനയെ വീണ നിലയിൽ കണ്ടത്. വലിയ ശബ്ദം കേട്ടതോടുകൂടിയാണ് സാജുവും ഒപ്പം നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഈ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ഈ കുട്ടിയാന കിണറ്റിൽ വീണതായി ഇവർ കാണുന്നത്. ഉടൻ തന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി കുട്ടിയാനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്താൻ നാട്ടുകാരും പിന്നീട് ഈ വനപാലകരെയൊക്കെ വിവരം അറിയിച്ച് ഇവർ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ അമ്മയാനയും അതോടൊപ്പം ബാക്കി ഈ ഉള്ള കാട്ടാനകളും അവിടെ തമ്പടിച്ചതിനാൽ ഇവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മണിക്കൂറുകൾ ഇവർ ശ്രമിച്ചു. ആദ്യം ഈ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാൻ ശ്രമിച്ചു. ആ സമയത്താണ് അപ്പൊ നാട്ടുകാർ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, നാട്ടുകാരും ഈ വനപാലകരും ഒക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ അമ്മയാന ആ കുട്ടിയാനയെ തന്റെ തുമ്പിക്കൈ കൊണ്ടും ഒപ്പം ആ ഒരു വഴി വെട്ടിക്കൊടുത്ത് തന്റെ കാലും കൈയും ഒക്കെ ഉപയോഗിച്ച് അവിടെയുള്ള മണ്ണൊക്കെ നീക്കി തുമ്പിക്കൈ ഉപയോഗിച്ച് ഈ കുട്ടിയാനയെ കരയ്ക്ക് എത്തിച്ചത്. അത് വലിയ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഒരു സമാധാനം നൽകുന്ന ഒരു ദൃശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് കുട്ടിയാന മണിക്കൂറുകളോളം ആ കിണറ്റിൽ കിടന്ന് വലിയ ബുദ്ധിമുട്ടിയായിരിക്കും നമ്മൾ ഈ വനപാലകരൊക്കെ ഈ കാട്ടാനയെ രക്ഷിക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനു വേണ്ടി വന്നില്ല. ഈ അമ്മയാന തന്നെ അതിനെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കുകയും പിന്നീട് ഇവർ എല്ലാ ആനകളും കാട് കയറുന്ന ഒരു ദൃശ്യം, അത് വലിയ സന്തോഷം നൽകുകയാണ്. പക്ഷേ അതേസമയം തന്നെയാണ് അവിടുത്തെ നാട്ടുകാരുടെ അവസ്ഥ. അവരുടെ ഒരു സ്വൈര്യ ജീവിതത്തിന് ഭീതി പടർത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടാനകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പലപ്പോഴും രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരവുമാണ് ഇവർ തീറ്റ തേടിയും വെള്ളം കുടിക്കാനും ഒക്കെ ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് വലിയ ഭീതിയോടെ കൂടി തന്നെയാണ് നാട്ടുകാർ കഴിയുന്നത്. കുട്ടികളടക്കം അവർ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ വഴിയരികിൽ കാട്ടാന നിൽക്കുന്നത് പലപ്പോഴും ഇവർ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ ആരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ തയ്യാറുമായിട്ടുണ്ടായിരുന്നില്ല. ഈ വനപാലകരായിക്കോട്ടെ അല്ലെങ്കിൽ അധികൃതരായിക്കോട്ടെ വനമന്ത്രി ആയിക്കോട്ടെ പലതവണ ഈ വിഷയം ഉന്നയിച്ച് ഇവർ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തി, സമരം നടത്തി. പക്ഷേ ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരേക്കും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ ഇറങ്ങി തിരിച്ചത്. ഡിഎഫ്ഒ വരണം, വനപാലകരെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം. ഡിഎഫ്ഒ വന്ന് സംസാരിച്ച് ഇതിനൊരു പരിഹാരം കാണാതെ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നൊരു നിലപാടിലാണ് ഈ നാട്ടുകാർ നിൽക്കുന്നത്. അതിനിടയിൽ തന്നെ വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഈ വിഷയത്തിൽ സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ ഇതിനൊരു മറുപടിയായി എന്നോണം വ്യക്തമാക്കിയിട്ടുണ്ട്. വകുപ്പ് മന്ത്രിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഞാൻ നവമിയിലേക്ക് എത്താം. എന്റെ നിയോജകമണ്ഡലത്തില് മലയാറ്റൂര് ഇല്ലത്തോട് പ്രദേശത്ത് ഇന്ന് രാവിലെ 4 മണിയോടുകൂടി 20 ആനകളാണ് ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങി അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിക്കുൾപ്പെടെ അറിയാം സാർ. ഒരു കുട്ടി ആന അതിനകത്തൊരു ചെറിയ കിണറ്റിൽ വീണു. ആളുകളെല്ലാം കൂടെ അവിടെ വട്ടം കൂടി ആന ആളുകളെ ഓടിച്ച് ഒരാൾ ഗുരുതരമായിട്ട് പരിക്ക് പറ്റുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സാർ. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ വനം വകുപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രദേശത്തേക്ക് അയച്ച് ഈ വിഷയത്തിന് പരിഹാരം കാണുവാനായിട്ട് മന്ത്രിയുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാവണം സാർ. ഇന്നലെ രാത്രി പുലർച്ചെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സാർ. പക്ഷെ ഈ പ്രയാസത്തിനിടയിലും നാം കണ്ട ഒരു മനോഹരമായ ദൃശ്യം, ആ കുട്ടിയാനയെ അമ്മയാനയാണ് രക്ഷിച്ചത്. അതൊരു അസാധാരണമായ ശ്രദ്ധേയമായ ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ സഹായിക്കാൻ ആനകളുണ്ട് എന്നാണ്. പിന്നെ അവിടെ നടക്കുന്ന സംഭവം, ആ കാര്യത്തിൽ വനം വകുപ്പ് ഇടപെടുകയും കാട്ടാനകളെ കാട്ടിനുള്ളിലേക്ക് തിരിച്ചയക്കുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് അതുകൊണ്ടൊന്നും തൃപ്തി പോരാ എന്ന നിലയാണ് വന്നിട്ടുള്ളത്. അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകിക്കഴിഞ്ഞതായി അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ സഭയിൽ രേഖപ്പെടുത്തിയതാണ്. ആ നടപടികളുമായി മുമ്പോട്ട് പോകും. ദിനേശ് തുടരുന്നുണ്ട്. നവമി, നമ്മളിപ്പോൾ കേട്ടത് നിയമസഭയിൽ മന്ത്രി ശശീന്ദ്രന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത് തന്നെ സഹായിക്കാൻ ആനയുണ്ട് എന്നാണ്. ആ നാട്ടുകാരുടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കാട്ടാനയാണ് ആ കുട്ടിയാനയെ രക്ഷപ്പെടുന്നത്. തീർത്തും നമ്മളും തുടക്കത്തിൽ സൂചിപ്പിച്ചു, വളരെ സന്തോഷമുള്ള കാര്യം. അധികം ബുദ്ധിമുട്ട് വരാതെ, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ അമ്മ തന്നെ കുഞ്ഞിനെ കരകയറ്റി. പക്ഷേ അപ്പോൾ പോലും അവിടുത്തെ ആളുകളുടെ ഒരു പ്രശ്നത്തിന് മന്ത്രി മറുപടി പറഞ്ഞു എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും.
ഭവ്യ, മന്ത്രി പറഞ്ഞ മറുപടി വളരെ രസകരമായി തോന്നി. എന്തായാലും ആന തന്നെ തനിക്കൊപ്പമുണ്ട് രക്ഷിക്കാൻ എന്നുള്ളൊരു മറുപടി, അത് വളരെ രസകരമായി തോന്നി. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യം, അവിടെ ജീവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. അവരെന്നും ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളുണ്ട്, അവർക്ക് പോലും സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടി പേടിച്ചൊരവസ്ഥ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവർ പുറത്തിറങ്ങുന്നതിന് വേണ്ടി ഭയം, അവരുടെ കൃഷി, അവരുടെ സ്വത്തിന് വലിയ രീതിയിൽ നഷ്ടം വരുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തിയാണ് കാട്ടാനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് പലതവണ ഈ നാട്ടുകാർ പറഞ്ഞതാണ്. പക്ഷെ ഒരു പരിഹാരം ഇപ്പോഴും മന്ത്രി പറയുന്നത് ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അനുമതി നൽകിയിട്ടുണ്ട്, അവിടെ അത് വരുമെന്നാണ്. പക്ഷെ ഇത് പല തവണയായി അവർ കേൾക്കുന്നതാണ്. ഒരു പരിഹാരം ഇപ്പോഴും അവർക്ക് അകലെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം, അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും മലയാറ്റൂരിൽ കാണുന്നത്. ഇനിയും ആരെയാണ് തങ്ങൾ വിശ്വസിക്കേണ്ടത്? തങ്ങളെ ആനകൾ ചവിട്ടിക്കൊണ്ടതിന് ശേഷം മാത്രമായിരിക്കുമോ ഇതിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുക എന്ന കാര്യമാണ് നാട്ടുകാർ അവിടെ ഉന്നയിക്കുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. DFO വന്നതിന് ശേഷം സംസാരിച്ച ഒരു പരിഹാരം എത്രയും വേഗം ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും മന്ത്രി ഇതിൽ പറയുന്നുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡ് ഇടപെട്ട് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങൾക്ക് അവിടെ ഒരു അതൃപ്തിയുണ്ട്, അത് ഉടനെ തന്നെ പരിഹരിക്കും. ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉടൻ തന്നെ കൊണ്ടുവരുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഒരു പ്രശ്നത്തിൽ, അല്ലെങ്കിൽ അവരുടെ സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം എത്രയും വേഗം സർക്കാർ അവിടെ നടപ്പിലാക്കുമെന്നാണ് നാട്ടുകാരും ഒപ്പം വിശ്വസിക്കുന്നത്. ഭവ്യ, തീർച്ചയായും എന്തായാലും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ മറുപടി പറയുമ്പോൾ അതിന്റെ വകുപ്പ് മേധാവി തന്നെ, വകുപ്പ് മന്ത്രി തന്നെ ഇത്തരത്തിൽ ആനയൊക്കെ തനിക്കൊപ്പമുണ്ട് എന്നുള്ള മറുപടികൾ നൽകുമ്പോൾ അത് സാധാരണക്കാരന്റെ വിഷയത്തിൽ ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മറുപടിയാണ് എന്ന് ശ്രദ്ധിക്കണം. എന്തായാലും സഭകളിലിരുന്ന് ഇത്തരത്തിൽ മറുപടി പറയാൻ തയ്യാറാകുന്ന മന്ത്രിമാർ ഇങ്ങനെ സാധാരണക്കാരന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിനുതകുന്ന മറുപടിയാണ് നൽകേണ്ടത് എന്നൊരു അഭ്യർത്ഥന മന്ത്രി AK ശശീന്ദ്രനോടുണ്ട്. കാരണം സാധാരണക്കാർ, കുഞ്ഞുങ്ങളെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരു ഗതിയുമില്ലാതെയാണ് ഈ കാട്ടാന പേടി മൂലമാണ് അവർ ഉപരോധവുമായി രംഗത്തെത്തിയത്. അപ്പോൾ ആ വിഷയം അത് എത്രമാത്രം ഗൗരവത്തോടു കൂടി കാണേണ്ടതാണെന്ന് മുൻ സംഭവങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായിരിക്കണം കൃത്യമായി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നു. ടോബി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലയാറ്റൂർ കാട്ടാന വിഷയത്തിൽ വനം വകുപ്പ് ഇടപെട്ടെന്ന മന്ത്രി AK ശശീന്ദ്രൻ. കാട്ടാനകളെ കാട്ടിലേക്ക് കയറ്റാനുള്ള നടപടികൾ തുടരുന്നുണ്ട്, ജനങ്ങൾക്ക് തൃപ്തി പോരാ എന്നും നിലയുണ്ടെന്നുമാണ് മന്ത്രി നേരത്തെ പ്രതികരിച്ചത്. ഇടുക്കിയിൽ കാട്ടാന കനാലിൽ വീണു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുകുന്ന കനാലിലാണ് കാട്ടാന വീണത്. ഗ്രില്ലിൽ തടഞ്ഞു നിന്ന ആനയെ രക്ഷപ്പെടുത്തി. செல்ல ஒரு போட்டோ எடுத்துக்குங்க. ஆமா ஆமா. തിരിച്ചെത്താൻ വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. പ്രധാനമന്ത്രി ആ വിഷയം ഉന്നയിച്ചു. അതിൽ അനുകൂലമായ നിലപാട് റഷ്യ സ്വീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം 5 തെങ്ങ് സ്വദേശികളായ 4 ചെറുപ്പക്കാർ അടുത്തിടെയാണ് മടങ്ങിയെത്തിയത്. അങ്ങനെ 10 പേർക്ക് മാത്രമാണ് മടങ്ങിയെത്താൻ സാധിച്ചത്. 4 പേർ അവിടെ കൊല്ലപ്പെട്ടു. ഇനിയും 35 മുതൽ 40 വരെ ഇന്ത്യക്കാർ അവിടെ ഇപ്പോഴും ഉണ്ട് എന്നാണ് കണക്കുകൾ. അപ്പോൾ അവരെ എത്രയും വേഗം മടക്കിക്കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചു. അതിന് അനുകൂലമായ നിലപാട് ഇപ്പോൾ റഷ്യ സ്വീകരിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഇത്തരം റിക്രൂട്ട്മെന്റുകൾ ഏജൻസികളെ തടയാൻ ഉള്ള ഇടപെടൽ വേണം എന്നൊരു ആവശ്യം കൂടി ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ കൂടിക്കാഴ്ചയിൽ യുക്രൈനുമായുള്ള സംഘർഷം
തിരികെ വാർത്തയിലേക്ക്. പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിവിട്ടതിനെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകാത്ത സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. സംഭവം നടന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് കർഷകർ പറയുന്നത്. സർക്കാർ അവഗണനയ്ക്കെതിരെ കളക്ടറേറ്റിലേക്ക് കർഷകർ പ്രതിഷേധ മാർച്ചും റാലിയും സംഘടിപ്പിക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, നമ്മൾ ഇതിനു മുൻപ് കൃത്യമായ വാർത്തകളിൽ ഇടം പിടിച്ചൊരു സംഭവമായിരുന്നു ഈ പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിവിടുന്നതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങിയ സംഭവം. ആ സമയത്ത് കൃത്യമായ നടപടി ഉണ്ടാകും. ഏത് കമ്പനിയാണോ രാസമാലിന്യങ്ങൾ ഒഴുക്കിവിട്ടത് അതിനെതിരെ നടപടി ഉണ്ടാകുമെന്നൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒപ്പം കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുമെന്നൊരു ഉറപ്പും സർക്കാർ അന്ന് നൽകിയിരുന്നു. പക്ഷെ ആ ഉറപ്പൊക്കെ പാഴ്വാക്കാവുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സർക്കാരിന്റെ ഉറപ്പുകളെല്ലാം പാഴ്വാക്കാണെന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവമാണ് ഇപ്പോൾ പെരിയാറിൽ ഈ മത്സ്യ കർഷകർ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇവര് ഇപ്പോഴൊരു പ്രതിഷേധവുമായി മുന്നോട്ടെത്തുന്നതിനുള്ള മറ്റൊരു കാരണം. നമുക്കറിയാം, 1.5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 1.5 മാസമായി ഈ പെരിയാറിൽ വലിയൊരു ദുരന്തമുണ്ടായിട്ട് മത്സ്യകർഷകരുടെ ഒക്കെ മത്സ്യങ്ങൾ പൂർണ്ണമായും ചത്തുപോകുന്ന, അല്ലെങ്കിൽ പെരിയാറിന്റെ തന്നെ ആവാസ വ്യവസ്ഥയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തി അവിടെ സമീപത്തുള്ള ഫാക്ടറികളിൽ നിന്നും രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിയത് കൊണ്ട് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മാധ്യമങ്ങളിലൂടെ കർഷകരും ഒപ്പം നമ്മളുമൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും സർക്കാർ പറയുന്ന നിലപാട് അവിടെ രാസമാലിന്യം ഒഴുക്കിയിട്ടില്ല, ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപോകാൻ കാരണമെന്ന്. ഇവരാരെയാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിഡ്ഢികളാക്കുന്നത്? ഈ പാവപ്പെട്ട കർഷകരെയാണോ? അവരുടെ ജീവൻ ഉപാധിയാണ്, അവർക്ക് ജീവിക്കാൻ വേണ്ടി മറ്റ് മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൃഷിയുമായി മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് ഇത്ര വലിയൊരു ദുരന്തം വന്നിട്ടും അവർക്കൊരു സഹായം നൽകുവാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ആശ്വാസവാക്ക് പറയാനോ സർക്കാരോ ഒരു ജനപ്രതിനിധികളോ ഇങ്ങോട്ട് വന്നിട്ടില്ല. മന്ത്രി പി രാജീവ് അടക്കം ആ സംഭവ സമയത്ത് വരികയും നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒരു നടപടി സ്വീകരിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. ഫാക്ടറിയിലെ ഈ ജീവനക്കാർക്കെതിരെയോ അല്ലെങ്കിൽ ഇതിന് കാരണക്കാർക്കായവർക്കെതിരെയോ ഇതുവരേക്കും നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലൊരു പ്രതിഷേധവുമായി ഈ മത്സ്യകർഷകർ മുന്നോട്ട് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വരാപ്പുഴ പഞ്ചായത്തിലാണ്. ഇവിടെ നിന്നും ബൈക്ക് റാലിയായി തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് കളക്ടറേറ്റിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബൈക്ക് റാലി അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി കൊച്ചുറാണി ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തിട്ടായിരിക്കും ഈ റാലി മുന്നോട്ട് പോവുക. ഇവിടെ നിന്ന് കളക്ടറേറ്റ് വരെയാണ് ഇവരുടെ ഒരു ബൈക്ക് റാലി പോകുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഇവരുടെ ഒരു പ്രശ്നം, എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതെന്ന്. മാഡം, 1.5 മാസം കഴിഞ്ഞു, നഷ്ടപരിഹാരം നൽകുന്നില്ല. പല കർഷകരും പറയുന്നത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ്. എന്തൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്? ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂട് കൃഷി മാത്രമല്ല, ഈ പുഴയിലുള്ള സകലമാന മത്സ്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ നഷ്ടങ്ങൾ, അത് കൂട് കർഷകരുടെ നഷ്ടങ്ങൾ, അവരത് ലോൺ എടുത്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അവർക്കൊരു രൂപ പോലും നാളിതുവരെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. നമ്മൾ ആവശ്യപ്പെട്ട സർക്കാരിൽ നിന്നല്ലെങ്കിൽ പോലും ഇതിന് ഉത്തരവാദികളായ കമ്പനികളിൽ നിന്ന് ഈ നഷ്ടം ഈടാക്കി ഇവർക്ക് നൽകേണ്ടതാണ്. ആ ഉത്തരവാദിത്വമെങ്കിലും സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. കാരണം ഇവരുടെ നിലവിളികൾക്ക് ഒരു റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ ഒരു ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കും ഇവരോട് ചേർന്ന് നിൽക്കാനായിട്ടേ നമുക്ക് കഴിയുള്ളൂ. കാരണം ഇവരെല്ലാം സാധാരണക്കാരാണ്. പുഴയും വെള്ളവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിനകത്തൊരു നമ്മുടെ ജലമലിനീകരണം ഉണ്ടായതിനും ഒരു പ്രതിവിധിയും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ കുരുതി എന്ന് പറയുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന പല ഭാഗങ്ങളിലായിട്ട് അതിനൊരു അവസാനം വരുത്താനായിട്ടും തുടർന്ന് ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം വലിയ കമ്പനികൾക്കെതിരെ നടപടികൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ സീറോ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഗ്രീൻ ട്രൈബ്യൂണൽ പോലും നമ്മളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അത്തരം ഒരു റിപ്പോർട്ട് നമുക്ക് വേണ്ടി തയ്യാറാക്കിയത്. പക്ഷേ അതിനെയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കമ്പനികൾ, ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും സാധാരണ പുഴയിലേക്ക് ഇങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും മത്സ്യങ്ങളൊന്നും ചത്തു വീഴില്ല.
ശരിക്കും ഇതിന്റെ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവര് പരിശോധനയിൽ കൃത്യമായിട്ട് കെമിക്കലിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ അത് പുറത്തേക്ക് വിടുന്ന കമ്പനികൾക്ക് ഒരു താക്കീതും കൂടാതെ തന്നെ സീറോ ഡിസ്ചാർജിങ്ങും വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടി പോകണം. കാരണം ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഭവ്യ, അത് തന്നെയാണ് ഈ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷകർ ഇവരുടെ ജീവനോപാധികളാണ്. കടം വാങ്ങിയും വീട് പണയം വെച്ചും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും ഒക്കെയാണ് ഇവർ ഈ കൃഷിക്ക് ഇറങ്ങിയത്. പക്ഷേ ഇത്ര വലിയൊരു ചതി ഇവർക്ക് നേരിട്ടപ്പോൾ അതിലൊരു പരിഹാരം എന്നോണം കണ്ടെത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 5.5 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഈ കർഷകർക്കുണ്ടായത്. ഈ വരുന്ന വിളവെടുപ്പൊക്കെ പ്രമാണിച്ചുകൊണ്ട് അവർ വലിയ സ്വപ്നം കണ്ടായിരുന്നു ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. പക്ഷേ വലിയ നഷ്ടമുണ്ടായിട്ട് പോലും അവരുടെ ഒരു നഷ്ടപരിഹാരം നൽകുവാനോ ഒരു നടപടി സ്വീകരിക്കാനോ ഒന്നും തന്നെ സർക്കാർ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ റാലി ഇവിടെ നിന്ന് പുറത്തുവിടും. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സാധാരണക്കാരാണ്. പുഴയും വെള്ളവും വള്ളവും കൃഷിയുമായി ജീവിക്കുന്ന വെറും സാധാരണക്കാരായ കർഷകരാണ്. അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം അതിനുവേണ്ടി മാത്രമാണ് അവർ സമരം നടത്തുന്നത്. ഇത് സർക്കാർ കണ്ടേ മതിയാകും. അത് മാത്രമല്ല, പെരിയാർ എന്ന് പറയുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു രാസമാലിന്യങ്ങൾ അതിലേക്ക് ഒഴുക്കിവിട്ടതിന് കൃത്യമായ മറുപടി അത് ചെയ്തവർ പറഞ്ഞേ മതിയാകൂ. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് 24 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ ക്ലാസിക് റൊമാൻസ് ഹൊറർ ചിത്രം ദേവദൂതൻ വീണ്ടും തിയേറ്ററുകളിലേക്ക്. ചിത്രത്തിന്റെ 4K പതിപ്പ് ട്രെയിലർ മോഹൻലാൽ പുറത്തിറക്കി. ദേവദൂതൻ വീണ്ടും റിലീസ് എത്തുന്നത്